ഇന്ന് നമുക്ക് ഇപ്പോഴും വൈറലായിട്ടുള്ള പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോക്ലേറ്റ് ആയിരിക്കും അല്ലേ കുനാഫ ചോക്ലേറ്റ്. എന്നാൽ അതിൻ്റെ റേറ്റ് കേട്ടാലോ പിന്നെ നമ്മുടെ ആഗ്രഹമൊക്കെ മാറ്റി വെക്കും അല്ലേ. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കുനാഫ ചോക്ലേറ്റ് ചെയ്ത് നോക്കിയാലോ? ഞാനിവിടെ 100 ഗ്രാം പിസ്ത തോടൊക്കെ കളഞ്ഞ് ക്രഷ് ചെയ്തെടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തിക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് പാൽ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കളറിന് വേണ്ടി ഒരു 3 ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച ഈ ഒരു കുനാഫയ്ക്ക് 250 ഗ്രാമിന് 250 രൂപയായിരുന്നേ. അതിൽ കുറച്ച് മതി കേട്ടോ നമുക്ക്. കുനാഫ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു പാനിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി പിസ്തയുടെ ഈ ഒരു ക്രീമിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഡയറി മിൽക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഏതാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. സെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ പ്രീമിയം ചോക്ലേറ്റ് തന്നെ എടുക്കണം കേട്ടോ. ഡയറി മിൽക്ക് ആണെങ്കിൽ ഒരു ഫാമിലി പാക്ക് മതിയാകും. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഗ്രീൻ കളർ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രീസറിൽ വെച്ച് ഒരു 5 മിനിറ്റ് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ഇനി കുനാഫ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ബാക്കി വന്ന ചോക്ലേറ്റ് കൂടി ഒഴിച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് മോൾഡ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ബൗളിലോ എന്ത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.